ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളൊക്കെ നമ്മുടെ നവ്യ അറിയുകയാണ് കേട്ടോ. ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ നവ്യ അറിയുകയാണ് കേട്ടോ. ആ ഒരു സത്യങ്ങളൊക്കെ നമ്മുടെ അനഘ തന്നെ അനന്തപുരിയിൽ വന്നിട്ട് പറയുകയാണ്. മാറുകയും അനഘയുടെ എല്ലാ അസുഖങ്ങളും മാറി അനഘ അനന്തപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ. നവിയുടെ എല്ലാ സത്യങ്ങളും അബിയുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നവിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് അതൊന്നും അനഘ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. തന്നെയുമല്ല, അബിയുടെ വായിൽ നിന്ന് തന്നെ ചന്തുമോളുടെ അച്ഛൻ താനാണെന്നുള്ള വിവരം നമ്മുടെ നവ്യ അറിയുകയുമാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം കനകയോടും ഗോവിന്ദനോടും ഒന്നും പറയാൻ നയന സമ്മതിക്കുന്നില്ല കേട്ടോ. ദേവയാനിയും ആദർശവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് അമ്മയെ അച്ഛനെയൊക്കെ അറിയിക്കുന്നത്? അവരൊക്കെ ആ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വിഷമം ഉണ്ടാക്കുകയുള്ളൂ. നവ്യയുടെ കാര്യം ഓർത്തിട്ട് അവർക്ക് കൂടുതൽ വിഷമാകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അതൊക്കെ അങ്ങ് പറയാതെ ഒഴിവാക്കുകയാണ് കേട്ടോ. അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചന്തുമോളുടെ പിറന്നാൾ ദിവസം വന്നു. ചന്തുമോളുടെ പിറന്നാൾ വലിയൊരു ആഘോഷമാക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ നയനയും ആദർശവും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നവ്യയ്ക്കും അബിക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അബിയും കൂട്ടി നന്ദാവനത്തിലോട്ട് പോവുകയാണ്. നന്ദാവനത്തിൽ എത്തി കഴിയുമ്പോഴേക്കും നവ്യ ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. നയന അവിടെ ചന്തുമോളെ സ്വന്തം മോളെ പോലെ കൊണ്ട് നടക്കുകയാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, എനിക്കറിയാം മോളെ, ഞാൻ ഇന്ന് രാവിലെയും കൂടെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, നയനയുടെ സ്വഭാവം ഇങ്ങനായി പോയി. അവളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ഇത് പറ്റില്ല. മറ്റൊരാളുടെ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് കൊണ്ട് നടക്കാൻ, അതും ഭർത്താവിൻ്റെ ആവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതേ അമ്മേ, അമ്മ പറഞ്ഞത് ശരി തന്നെയാ. ഇന്നവളുടെ പിറന്നാളല്ലേ, അതുകൊണ്ട് വീട് മൊത്തം നയന തന്നെ അലങ്കരിച്ച് വെച്ചേക്കുകയാണ്. അത് വലിയൊരു ആഘോഷമാക്കാനായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര വിലയോടുള്ള ഉടുപ്പുകളൊക്കെ അവൾ ആ കൊച്ചിന് മേടിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് വിലവെടുപ്പുള്ള സമ്മാനങ്ങളും ഒക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പരിഗണനയൊന്നും എൻ്റെ കുഞ്ഞിന് ആരും കൊടുക്കുന്നുമില്ല. പ്രത്യേകിച്ച് നയനയും ആദർശം പോലും. അവരെൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കിയ മട്ട. ചന്തുമോളെ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ അവൾക്ക് വേറെ ആരെയും വേണ്ട എന്നുള്ള മട്ടിലാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദന് സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നാലും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. നയനയും ആദർശമൊന്നും അങ്ങനെയൊന്നും പെരുമാറില്ല. നയനയ്ക്കും ആദർശം നിന്റെ കുഞ്ഞെന്ന് വെച്ചാൽ ജീവൻ തന്നെയാണ്. പിന്നെ ചന്തുമോള് അതൊരു അനാഥ കുഞ്ഞായതുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നതായിരിക്കും. പിന്നെ നയനയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അവളൊരു പാവം കുഞ്ഞായതുകൊണ്ട് തന്നെ അവൾ അതിനെ സ്നേഹിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവൾ അത് ചെയ്യും. ആദർശിൻ്റെ കുഞ്ഞായാലും ശരി, ആരുടെ കുഞ്ഞായാലും ശരി. അല്ലാതെ നിന്റെ മോനോട് നയനയ്ക്ക് വെറുപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ശരിക്കും എൻ്റെ കുഞ്ഞിനെ അവിടെ ആരും പരിഗണിക്കുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം അവരവരുടെ മകനെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ മകൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത്ര പോലും മറ്റുള്ളവരാരും ഞങ്ങളെ പരിഗണിക്കുന്നില്ല. എനിക്ക് അവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുകയാണ്. ചില സമയത്ത് ഇവിടെ വന്ന് നിന്നാലെന്നൊക്കെ ഞാൻ ആലോചിക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നവ്യേ അങ്ങനൊന്നും അല്ല. ആദർശും നയനയും അവിടെയുള്ള ആരും നമ്മുടെ കുഞ്ഞിനെ പരിഗണിച്ചില്ലെങ്കിലും അതൊന്നും നീ കാര്യമാക്കാൻ പോകണ്ട. നിനക്ക് പഴയ സ്നേഹം ഞാൻ തരുന്നില്ലേ. നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയതാ. ഇപ്പം ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ. നമുക്ക് നമ്മളും നമ്മുടെ കുഞ്ഞും മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ അഭി വലിയ ഡയലോഗൊക്കെ പറയുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കുകയാണ്. പുതിയ ട്രെയിനർ എത്തി നന്ദുവിനെ മാറ്റി നിർത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ട്രെയിനർക്ക് നന്ദുവിനോട് ഒരു താല്പര്യമൊക്കെ തോന്നുകയാണ് കേട്ടോ. പഴയ ട്രെയിനർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പുതിയ ട്രെയിനർ തയ്യാറാകുന്നുമില്ല. അങ്ങനെ നന്ദു നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് നല്ലൊരു എസ് ഐ ആയിട്ട് മാറുകയാണ് കേട്ടോ. അഭിയാണെങ്കിൽ അനന്തപുരിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇളക്കി വിടുന്നുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജ്വല്ലറിയിലും കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അഭി ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അഭിയാണെങ്കിൽ ഇപ്പം ആ ജ്വല്ലറിയിൽ തന്നെ അടുത്ത സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് ആഭരണങ്ങളാക്കി വിൽക്കുന്നുമുണ്ട്. അഭി അവിടുത്തെ സ്റ്റാഫുകളോട് പറയുന്നുണ്ട്, ദേ ഈ ബ്രാഞ്ചിൻ്റെ ചുമതല മുഴുവൻ എന്നെയാണ് ആദർശേട്ടൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം MD ആദർശമായിരിക്കാം. പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഞാൻ പറയുന്നത് കേട്ട് ജോലി ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ മുതൽ ഇവിടെ ആരും ജോലിക്ക് വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അഭി. അപ്പോൾ പഴയ ചില സ്വർണ്ണപ്പണിക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത്? ഇത്രയും നാളും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മൂർത്തീസ് ജ്വല്ലറിയിൽ ഇതുവരെ നടക്കാത്തൊരു സംഭവങ്ങളാണല്ലോ സാറിപ്പോൾ പറയുന്നത്. എല്ലാ ബ്രാഞ്ചുകളും നോക്കിക്കൊണ്ടിരുന്നത് അനന്തമൂർത്തി സാറല്ലേ. അതിനുശേഷം ആദർശ് സാറിനെ ഏൽപ്പിച്ചു.
ഇപ്പം ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല മാത്രം ഏറ്റിരിക്കുന്ന സാറ് ഞങ്ങൾ എങ്ങനെ അടക്കി ഭരിക്കുകയും തുടങ്ങിയ അത് ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അഭി കള്ളസ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് അത് ആഭരണങ്ങളാക്കി മാറ്റി അഭി ചുമതല ഏറ്റിരിക്കുന്ന ആ ബ്രാഞ്ചിൽ കൂടെ തന്നെ വിറ്റഴിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ കണക്കുകളിലും കാര്യങ്ങളിലും എല്ലാം അഭി കൃത്രിമത്വം കാണിക്കുന്നുമുണ്ട്. പഴയ സ്റ്റാഫുകളെയൊക്കെ അങ്ങ് ഭരിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഴയ സ്റ്റാഫുകൾക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവർ പരസ്പരം പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മൂർത്തീസ് ജ്വല്ലറി, വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ, എന്നിട്ടും മൂർത്തീസ് സാറ് നമ്മളെ എന്തുമാത്രം നന്നായിട്ട് പരിഗണിച്ചു. ഇതിപ്പം അഭി സാർ ഇവിടെ ചുമതല ഏറ്റതിന് ശേഷം നമ്മളെ ഒരുമാതിരി അടിമകളെ പോലെയല്ലേ കാണുന്നത്. അയാൾ പറയുന്ന വൃത്തികേടുകളൊക്കെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജോലിയില്ല എന്നൊക്കെ പറയുകയല്ലേ. ശമ്പളം കൂട്ടാനോ അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാനോ അഭി സാർ തയ്യാറില്ല. ആദർശ് സാർ ആയിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതിപ്പോൾ മൂർത്തീസ് ജ്വല്ലറി തകരാൻ പോകാമെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ കാണിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ അഭിസാർ കാണിക്കുന്നതാണ്. കള്ളസ്വർണ്ണം എടുത്ത് നികുതി വെട്ടിപ്പുണ്ടാക്കി ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽക്കുമല്ലേ, ഇതൊക്കെ മൂർത്തി സാർ അറിയുന്നില്ല. അതുകൊണ്ടാണ് അഭിസാറിൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതുപോലെ തന്നെ കിട്ടുന്ന പ്രോഫിറ്റിലും ഒരുപാട് വെട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിലൊരാൾ പറയുകയാണ്, നമ്മൾ ഇവിടെ ഒരുപാട് നാളായി ജോലി ചെയ്യുന്നു, ഈ ജോലിയാണ് നമുക്ക് അന്നം തരുന്നത്, അതുകൊണ്ട് തന്നെ ഈ കമ്പനിയോട് നമുക്കൊരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട്, പഴയ മൂർത്തി സാറിനോടും ആദർശ സാറിനോടും ഒക്കെ. പക്ഷേ അഭി അങ്ങനെയല്ല. അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ നമുക്ക് മൂർത്തി സാറിനെ അറിയിക്കണം. മൂർത്തി സാറിനെ അറിയിച്ചാലേ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മൂർത്തീസ് ജ്വല്ലറി പല കഷ്ടങ്ങളായിട്ട് മുറിഞ്ഞു പോകും എന്നൊക്കെ അവർ പറയാൻ കേട്ടോ. അങ്ങനെ അവരിൽ ഒരാൾ നമ്മുടെ മുത്തശ്ശനെ വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ ഫോൺ എടുക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, സാറേ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, ഞങ്ങളെ ഇതുപോലെ അഭിസാർ നോക്കുന്ന ബ്രാഞ്ചിലെ സ്റ്റാഫുകളാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ബ്രാഞ്ചിലെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതുകൊണ്ട് അഭിസാറ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണി പോകുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ കുറേ സഹിച്ചു. അഭിസാറിൻ്റെ ഭരണം സഹിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഈ സാറിനെ വിളിച്ചത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ജ്വല്ലറിയിൽ സ്റ്റാഫുകളായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ. പക്ഷേ ഇവിടെ ഇപ്പം കുറേ കൃത്രിമങ്ങളൊക്കെ അഭിസാർ കാണിക്കുന്നുണ്ട്. അതിനൊന്നും കൂട്ടു നിൽക്കാത്തവരെ അഭിസാർ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അവൻ അവിടെ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അഭി അവിടെ കള്ളത്തരം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കണ്ണിൽ അങ്ങനെ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഉണ്ട് സാർ, കുറേ ഞങ്ങൾ സഹിച്ചു, കുറേ അഭിസാറിനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, പക്ഷെ ഞങ്ങളെയൊക്കെ അങ്ങ് അടക്കി ഭരിക്കാനാണ് നോക്കുന്നത്. കള്ള സ്വർണം ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്ന് അത് ഇവിടെ ആഭരണങ്ങളാക്കി ഇവിടെ തന്നെ വിറ്റഴിക്കുകയാണ്. ഇവിടുത്തെ സ്വർണ്ണപ്പണിക്കാർക്ക് ഇതൊന്നും പുറത്തു പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് പണവും കൊടുക്കുന്നുണ്ട്. അതുപോലെ ചിലരെയൊക്കെ ഇവിടെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ഈ കേൾക്കുന്നത്, നികുതി വെട്ടിച്ച് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിൽക്കുന്നോ, അതും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി വഴിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മൂർത്തി പറയുമ്പോഴേക്കും ആ സ്റ്റാഫ് പറയുന്നുണ്ട്, അതെ സർ, ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് അഭിസാറാണ്. അതുപോലെ തന്നെ കണക്കിലും കാര്യങ്ങളിലും ഒക്കെ കൃത്രിമത്വമുണ്ട്. അഭിസാർ ഈ ബ്രാഞ്ചിന്റെ ചുമതല ഏറ്റപ്പം മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അഭിക്ക് മാതൃകാപരമായിട്ട് ഞാൻ ശിക്ഷ കൊടുക്കും. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം, ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് തന്നെ ജോലി ചെയ്തോളൂ, നിങ്ങളെ ജോലിയിൽ നിന്നും ആരും പുറത്താക്കില്ല, ഇത് എൻ്റെ ഉറപ്പാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അറിയുമ്പോഴേക്കും അഭിസാറ് ഞങ്ങളെ വെറുതെ വെച്ചേക്കില്ല, ഞങ്ങൾക്ക് ഈ ജോലി നഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയിലാകും എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നത് അഭിയായിരിക്കും, അല്ലാതെ നിങ്ങളല്ല. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇപ്പോഴും ഈ മൂർത്തീസ് ജ്വല്ലറിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനും എൻ്റെ കൊച്ചുമോൻ ആദർശമാണ്. അഭിയെ വെറുതെ ഒരു ചുമതല ഏൽപ്പിച്ചെന്നേ ഉള്ളൂ, അവൻ്റെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൻ ഇതുപോലുള്ള തിരിമറികളൊക്കെ കാണിക്കുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷേ അത് എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചത്, അല്ലാതെ പൂർണ്ണമായിട്ടും അവൻ എഴുതിയൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശൻ ആദർശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദർശയെ, നമ്മുടെ ജ്വല്ലറികളിലെ തിരിമറിയൊക്കെ നടന്നത് ഇപ്പം ആരാ നടത്തിയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, അഭയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. നമുക്കിതിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ടാക്സ് വെട്ടിച്ച് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിൽക്കുക, നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ അത് മോശപ്പേരുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് ചെയ്തതെന്ന് നമുക്കറിയാമായിരുന്നു. അത് അഭിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു, കാരണം ജയനും അജയനും നീയും ഒന്നും അങ്ങനെ ചെയ്യുന്നവരല്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവിടെ ഒരുത്തം മാത്രമേ ഉള്ളൂ, അഭി, അവനെ മാത്രമേ എനിക്ക് സംശയമുള്ളായിരുന്നു.
പിന്നെ തെളിവുകളൊന്നുമില്ലാതെ അവനോട് ചോദിച്ചാൽ അവൻ വീണെടുത്ത് കിടന്ന് ഉരുളും. അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പം ഞാൻ അവനെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചതും അതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും ഒരു ബ്രാഞ്ചിന്റെ ചുമതല പോലും ഏൽപ്പിക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോഴും ഒരു ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചേക്കാമെന്ന് താൽക്കാലികമായിട്ട് ഞാൻ പറഞ്ഞത് നവ്യെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവൻ്റെ കള്ളത്തരങ്ങൾ എവിടെ വരെ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഒരു ബ്രാഞ്ചിന്റെ ചുമതല അവന് കിട്ടുമ്പം അവൻ അത് പൂർണ്ണ അധികാരത്തിലാകുമ്പോഴേക്കും അവൻ അവിടെ എന്തെല്ലാം കള്ളത്തരങ്ങൾ ഒപ്പിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പം തെളിവുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫുകൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളും ഉണ്ട്. അബി അവിടെ കാണിക്കുന്ന ഓരോ കൊള്ളരുതായ്മയും എല്ലാത്തിനും തെളിവുകളുണ്ടെന്നൊക്കെ പറയുകയാണ്. ഇത് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ ഒരു മോശപ്പേരുണ്ടാക്കും. ആ ജ്വല്ലറിയിൽ കൃത്രിമത്വം കാണിച്ചതിൻ്റെ ആ ഒരു കേസുണ്ടല്ലോ, അതും നല്ല രീതിക്ക് അന്വേഷണം നടക്കാതെ പോയത് അബി അവിടെയും ആ പോലീസുകാർക്ക് എന്തെങ്കിലും പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ അന്വേഷണം ഒന്നും നല്ല രീതിക്ക് നടക്കാതിരുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അതെനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ രീതിക്ക് തന്നെ ഇത് കണ്ടെത്തിയില്ലേ, ഇനി ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് തീർക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബിയെ വിളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അബി വരുന്നുണ്ട് കേട്ടോ ജ്വല്ലറിയിലോട്ട്. അബിക്ക് നല്ല സംശയമുണ്ട് ഇപ്പം എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചെന്നുള്ള കാര്യത്തിൽ. ആദർശ് അബിയോട് ചോദിക്കുന്നുണ്ട്, അബി ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലകളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവിടുത്തെ കണക്കും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ കാണിക്കണം, അതൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കാം മുത്തശ്ശൻ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അബി പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ, എന്നെ സംശയമായിരിക്കുമല്ലേ? നിങ്ങളൊന്നും നോക്കും പോലെ ഞാൻ നോക്കില്ലെന്ന് ഓർത്തുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇവിടെ വേണ്ടാത്ത പണി കാണിക്കുന്നൊക്കെ ഓർത്തിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിപ്പിച്ചത്. നീ ഇപ്പോഴും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് അവിടെ ആഭരണങ്ങളാക്കി വിൽക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജ്വല്ലറി വഴി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ സത്യസന്ധമായ രീതിയിലാണ് ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഇനിയും പോകാനാണ് എനിക്ക് താല്പര്യം. നീ ഇങ്ങനെയുള്ള പണികൾ നിന്നെ ഏൽപ്പിച്ച ബ്രാഞ്ച് വഴി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളുടെ തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, ആരെ ഈ കള്ളത്തരങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത്? അവിടെയുള്ള സ്റ്റാഫുകൾ വല്ലതും ആണോ? അവർക്കൊക്കെ എന്നോടിപ്പോൾ ദേഷ്യമാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇച്ചിരി കർക്കശമായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാളും നാഥനില്ലാത്ത കളരി പോലെ കിടന്ന ബ്രാഞ്ചാണ് അത്. അവിടെ ചെന്ന് ഞാൻ ഇച്ചിരി അധികാരമൊക്കെ കാണിച്ച് അവരെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ തുടങ്ങിയപ്പോഴേക്കും അവർക്കൊക്കെ അങ്ങ് ദേഷ്യമാവുകയാണ് എന്നോട്. പരദൂഷണം മൂലം എന്നെ പുറത്താക്കാൻ നോക്കുക ഇപ്പം. അല്ലാതെ ഇതിലൊന്നും ഒരു കഴമ്പുമില്ല മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അബി. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, കഴമ്പില്ലായ്മയൊന്നുമില്ല. നീ ഇതിനു മുമ്പും നമ്മുടെ ബ്രാഞ്ച് വഴി കള്ളക്കടത്ത് സ്വർണം വാങ്ങി ആഭരണങ്ങളാക്കി വിറ്റിട്ടുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതിൽ കയറി കളിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നല്ല സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നിന്നെ വെറുതെ അങ്ങനെ സംശയിക്കാനും പറ്റത്തില്ലല്ലോ, അതിനൊക്കെ തക്കതായ തെളിവും വേണ്ടേ? അതാ നിന്നെ ഞാൻ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചത്. അല്ലാതെ നവ്യ വന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രമൊന്നും അല്ല. നിന്റെ കയ്യിലിരിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ അബി ആകെ ഞെട്ടിപ്പോവുകയാണ്. അബി പറയുന്നുണ്ട്, ഞാൻ എന്ത് കള്ളത്തരം ചെയ്തു എന്നാ മുത്തശ്ശൻ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു തിരിമറിയും നടത്തിയിട്ടില്ല മുത്തശ്ശ. നിങ്ങൾ എന്നെ ആ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നും ഞങ്ങളുടെ തോന്നലല്ല അബി. നീ ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാണ്. നിനക്കൊരു ഭാര്യയുണ്ട്, ഇപ്പം നിനക്കൊരു കുഞ്ഞുമുണ്ട്. അവർക്കൊരു വിഷമം ഉണ്ടാവുകയും അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യരുതെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ പല തെറ്റുകളും കണ്ടിട്ടും കണ്ണടയ്ക്കുന്നത്. അല്ലാതെ ഒന്നും മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി ആകെ വരണ്ടു പോവുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ ചെയ്യുന്ന നീ ഒരു കുടുംബദ്രോഹിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നുണ്ട്, നിന്നെ ഏൽപ്പിച്ച ആ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ചുമതലകളിൽ നിന്നൊക്കെ നിന്നെ ഞാൻ മാറ്റുകയാണ്. അതുപോലെ മൂർത്തിസ് ജ്വല്ലറിയിലെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും ഇനി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയില്ല. ഇനി വീട്ടിലിരുന്ന് തിന്ന് ജീവിക്കാം, അല്ലാതെ ജ്വല്ലറിയിലെ ഒരു കാര്യങ്ങളിലും നീ ഇനി ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അബിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അല്ലെങ്കിലും മുത്തശ്ശൻ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര വായി നോക്കി നടക്കുന്ന എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലകളാണ് ഏൽപ്പിച്ചേക്കുന്നത്. എന്നെ ഏൽപ്പിച്ചപ്പോൾ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും പൊള്ളുന്നുണ്ടല്ലേ, എല്ലാവർക്കും അധികാരം വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഉണ്ടടാ, അധികാരം വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്നെപ്പോലെയുള്ള ഒരാൾക്ക് അധികാരം വിട്ടുതരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ജ്വല്ലറിയുടെ ചുമതല, ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് ഭംഗിയായിട്ട് നിർവഹിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാമായിരുന്നു. അതൊന്നും നീ അർഹിക്കുന്നില്ല എന്ന് നീ തെളിയിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബിക്ക് അവിടെ ഉത്തരവില്ല. അബി വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കുകയാണ്.
എന്നിട്ട് അഭി പറയുന്നുണ്ട്, മുത്തശ്ശ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്നുള്ളത് സത്യമാണ്. മുത്തശ്ശനെ എന്നെ നേരത്തെ മുതലേ അറിയാമായിരുന്നല്ലോ. ആദ്യമേ ഞാൻ തെറ്റിലേക്കൊക്കെ വഴുതി പോകുമായിരുന്നല്ലോ, പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ പിന്തിരിയും. എല്ലാം ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് ചെയ്താൽ തെറ്റായി പോയി എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മുത്തശ്ശ എനിക്ക് തന്നെ ഈ ബ്രാഞ്ചിൻ്റെ ചുമതല അതെടുത്ത് മാറ്റരുത്. നവിയുടെ മുമ്പിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ എന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചതിൻ്റെ ഒരു കാര്യത്തിലാണ്. ഇപ്പോൾ ആ ചുമതലകളിൽ നിന്നൊക്കെ മുത്തശ്ശൻ എന്നെ മാറ്റിയെന്ന് അറിഞ്ഞാൽ നവിക്ക് അത് വല്ലാതെ വിഷമമാകും. അവൾ വീണ്ടും എന്നോട് മോശമായി പെരുമാറാനും തുടങ്ങും. ഞങ്ങളുടെ ജീവിതം തന്നെ തകരാറിലാകും മുത്തശ്ശ. അതുകൊണ്ട് മുത്തശ്ശൻ ഇപ്രാവശ്യം കൂടെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇപ്പോഴും പല കാര്യങ്ങളും അറിയില്ല. സത്യങ്ങളുടെ കിടപ്പുവശം ആ കുട്ടിക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. പല കാര്യങ്ങളും അറിഞ്ഞാൽ അവൾ നിന്നെ തൂക്കിയെടുത്ത് എറിയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മറച്ചു വെച്ചേക്കുന്നത് നിങ്ങളുടെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ കളിച്ച് കളിച്ച് നീ ജ്വല്ലറിൽ കയറി കളിച്ചാൽ അത് നമ്മുടെ പാരമ്പര്യത്തെയും കുടുംബത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചത്. ഇനി ഇത് നീയായിട്ട് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പടിയിറങ്ങണം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അബി വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ. അങ്ങനെ അബിയുടെ ബ്രാഞ്ചിൻ്റെ ചുമതലകളെല്ലാം പോയെന്ന് അറിയുമ്പോഴേക്കും നവിക്ക് ആകെ വിഷമമാവുന്നുണ്ട്. നവ്യ ആണെങ്കിൽ ഇപ്പോൾ അബിയെ ദൈവത്തെ പോലെയൊക്കെയാണല്ലോ കാണുന്നത്. അപ്പോൾ അബി വന്ന് ആകെപ്പാട് ഇങ്ങനെ വിഷമിച്ച് റൂമിലിരിക്കുമ്പോഴേക്കും നവ്യ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല അബി, വന്നപ്പോൾ തൊട്ട് നിനക്ക് ഒരു മാറ്റം ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്കെന്താ ഒരു വിഷമം പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അബി പറയുകയാണ്, നവ്യ അത് പിന്നെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, ഞാനിവിടെ എല്ലാവർക്കും ഒരു അധികപ്പറ്റാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്താ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അഭി പറയുന്നുണ്ട്, ആ ആദർശ മുത്തശ്ശനും കൂടെ എന്നെ ഏൽപ്പിച്ച ആ ബ്രാഞ്ചിന്റെ ചുമതല അത് എടുത്തു കളഞ്ഞു. അപ്പോഴേക്കും നവിക്ക് ആകെ ഷോക്കാവുകയാണ്. നവി ചോദിക്കുന്നുണ്ട്, അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശനും ആദർശേട്ടനും കൂടിയല്ലേ നിനക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. നിന്നെ ഇപ്പം പെട്ടെന്ന് പുറത്താക്കാൻ എന്താ കാര്യം, നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അഭി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവന് നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്താത്തതിൻ്റെ കുറവേ ഉള്ളൂ, അല്ലെങ്കിലും എല്ലാവർക്കും കുറ്റപ്പെടുത്താൻ ഞാനിവിടെ ഉണ്ടല്ലോ. നീ ഇപ്പം ചോദിച്ചത് അങ്ങനെ തന്നെയല്ലേ, ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നുള്ളത്. എന്താ ഞാനൊരു പ്രശ്നക്കാരൻ മാത്രമാണോ, നിനക്കും ഇപ്പം അങ്ങനെയാണോ തോന്നുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതല്ല അബി, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. പഴയ അബി ആയിരുന്നു നീയെങ്കിൽ നീ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിച്ചെന്ന് ഞാൻ ഓർക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം നീ നല്ലോണം മാറിയിട്ടുണ്ട്, നിനക്ക് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നീ ഒരുപാട് മാറി. പിന്നെ നിന്നെ എന്തുകൊണ്ടാണ് അവർ അവഗണിക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടേ, ഞാൻ ചെന്ന് ചോദിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അബി ഉടനെ തന്നെ പറയുന്നുണ്ട്, അയ്യോ വേണ്ട. നവ്യ അവിടെ ചെന്ന് മുത്തശ്ശിയോടും ചോദിച്ചാൽ എന്താ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അബി ഇങ്ങനെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട്, വേണ്ട നീ പോയി ഒന്നും ചോദിക്കേണ്ട എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. എന്നിട്ട് അബി പറയുന്നുണ്ട്, അത് പിന്നെ ബ്രാഞ്ചിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല, അതുകൊണ്ടാണ് അവരെന്നെ പുറത്താക്കിയെന്നൊക്കെ പറയുകയാണ്. പക്ഷേ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ട്, നമുക്കൊരു ജീവിതമുണ്ട്, ആദർശം നായനെ മാത്രം ജീവിച്ചാൽ പോരല്ലോ, നമുക്കും ജീവിക്കണ്ടേ, നമുക്കും വേണ്ടേ ജ്വല്ലറിയുടെ അവകാശങ്ങളൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ നവ്യ സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പം പിറ്റേ ദിവസം തന്നെ നവ്യ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് ചോദിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം അഭയാണല്ലോ ഇപ്പം നവ്യ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഓഫീസിൽ പോകാനും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്തേക്ക് തന്നെ മുത്തശ്ശനോട് നവ്യ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മുത്തശ്ശനോട് മാത്രമല്ല എല്ലാവരോടും കൂടി എനിക്ക് ചോദിക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ജ്വല്ലറിയിൽ അഭി എന്തുകൊണ്ടാണ് ജ്വല്ലറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയത്, അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇവിടെ ഓരോരുത്തർ ചെയ്ത തെറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അവി അത്രമാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ടും എല്ലാവരും അവനെ മാത്രം എന്തിനാ ഇങ്ങനെ അവഗണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നവ്യ, നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. അവൻ എന്താണ് നിന്നോട് വന്ന് പറഞ്ഞതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവനെ ആ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. അവിടെ അവൻ ആകെ മൊത്തം കള്ളത്തരം കാണിക്കുമ്പോൾ പിന്നെ അവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. മൂർത്തി ജ്വല്ലറി തകരാൻ ഈ അനന്തമൂർത്തി സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. അബി മാത്രം ഈ ഒരു കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. അബി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, എന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അബി ജ്വല്ലറിയിലേക്ക് തന്നെ വന്നത്. അവനൊരു സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ മുത്തശ്ശൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേവയാനി പറയുന്നുണ്ട്, നവ്യ നീ ആദർശിനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. നീ പറഞ്ഞതുപോലൊന്നും ആദർശ് നടക്കുന്നില്ല. പിന്നെ ചന്തുമോളുടെ അച്ഛൻ അതൊരു സങ്കല്പം മാത്രമാണ്. ആദർശ് അവൻ്റെ കുഞ്ഞായിട്ട് ചന്തുമോളെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുമെന്നൊന്നും നീ വിചാരിക്കേണ്ടെന്ന് പറയുകയാണ്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇനിയിപ്പോൾ എന്ത് സത്യമാണോ അവ വിളിച്ച് പറയാനുള്ളത്? ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ഇതിൽ കൂടുതൽ എന്ത് സത്യം വെളിപ്പെടുത്താനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, നവ്യേച്ചി ഇങ്ങനെ സംസാരിക്കരുത്. ഒരു സമയത്ത് നവ്യേച്ചി ഇതിനൊക്കെ ഓർത്ത് വിഷമിക്കേണ്ടി വരും. സത്യങ്ങളൊക്കെ അറിയുമ്പം ചിലപ്പോൾ നവ്യേച്ചി വിഷമിച്ചെന്ന് തന്നെ വരും. ഈ പറഞ്ഞ ഒന്നും പിന്നെ തിരിച്ചെടുക്കാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്.
അതേസമയം നമ്മുടെ അനഘയ്ക്കാണെങ്കിൽ അസുഖങ്ങളൊക്കെ കുറവായിട്ട് അസുഖമുണ്ടെങ്കിലും ചലനശേഷിയും സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടുകയാണ്. അനഘ എങ്ങനെയെങ്കിലും ഈ സത്യങ്ങളൊക്കെ അനന്തപുരിയിൽ വന്ന് അറിയിക്കണമെന്നും ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം നവ്യെ അറിയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അഭി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അനഘയോട് പറയുന്നതും കൊല്ലാൻ നോക്കുന്നതും ഇതുപോലെ ഒരു കള്ളത്തരം മറച്ചു വെച്ചിട്ട് ആദർശിന്റെ തലയിലെ പഴുചാരുന്ന കാണുമ്പോഴേക്കും നമ്മുടെ അനഘയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അനന്തപുരിയിലേക്ക് അനഘ എത്തുന്നത്. അനഘ വരുന്നത് കാണുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. മുത്തച്ഛനും മുത്തശ്ശിയും നയനയും ദേവയാനിയും ഒക്കെ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ നവ്യയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് ആരാണെന്ന്. അഭിയാണെങ്കിലും അന്തം വിട്ട് നിൽക്കുകയാണ്. ദൈവമേ, ഇവള് വന്നോ, ഇവള് രക്ഷപ്പെട്ടോ, ഇവള് നടക്കാൻ തുടങ്ങിയോ, എല്ലാം ഇനി ഗുലുമാലാകുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അനഘ അങ്ങോട്ടേക്ക് വന്ന് കയറുമ്പോഴേക്കും ചന്തുമോൾ ഓടി ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പം നവ്യയ്ക്കും കാര്യം പിടികിട്ടി. നവ്യ പക്ഷേ ആദർശനെയാണല്ലോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പം അനഘ വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, അബി, നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. ചന്തുമോളുടെ അച്ഛൻ ആരാ, നീയാണോ അതോ ആദർശാണോ എന്നിങ്ങനെ അനഘ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അനഘ വീണ്ടും ചോദിക്കുന്നുണ്ട്, എടാ സത്യം പറയടാ, നീയാണോ ആദർശേട്ടനാണോ ചന്തുമോളുടെ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അബി, ഇനി ഇത് നീ മറച്ചു വെക്കാനൊന്നും നോക്കണ്ട. ഞങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം. നിന്റെ ഭാര്യ നവ്യ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഈ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം അറിയാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും അബിയോട് പിന്നെയും അനഘ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഏതാടീന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഞാൻ ചന്തുമോളുടെ അമ്മയാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനഘ. അതിന് നീ എന്തിനാടി എൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നത്, ഇയാളല്ലേ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ നവ്യ ദേഷ്യപ്പെട്ട്. അപ്പോൾ തന്നെ അനഘ പറയുന്നുണ്ട്, ആദർശല്ല, ഇവനാണ് എന്നെ ചതിച്ചത്. ഇവൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നാട് വിട്ട് പോയതാണ്. പിന്നെ ഇങ്ങനൊരു അസുഖം വന്നപ്പോഴാണ് എൻ്റെ മോളെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കാനായിട്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവൻ വീണ്ടും എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ കാരണമാണ് ഞാൻ ഈ കോമാ സ്റ്റേജിലേക്ക് ഇത്രയും ദിവസം കിടക്കേണ്ടി വന്നത് തന്നെ. അതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അബിയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമൊന്നും അബി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അബിയാണ് ഏറ്റവും നല്ല ഭർത്താവെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവ്യ ഉടനെ തന്നെ ബോധം കെട്ട് വീഴുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ഓടി ചെന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ടെൻഷനിലാണ് കേട്ടോ നവ്യ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.